الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ എല്ലാ മനുഷ്യരെയും അള്ളാഹു ഏറ്റവും നല്ല നിലയിൽ സ്വീകരിക്കുകയും ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടെ ദുരന്തത്തിനിരയായ സാധാരണക്കാരായ ആളുകൾ, ഒരുപാട് മനുഷ്യർ, അവർക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് ആ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നുള്ള മുക്തിയും മോചനവും അല്ലാഹു നൽകി അവരെ അനുഗ്രഹിക്കുകയും സന്തോഷകരമായ ജീവിതം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇസ്ലാം എക്കാലത്തും നേരിടുന്ന ഒരു വലിയ വിമർശനമാണ് അടിമത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇസ്ലാമിൽ അടിമത്തമുണ്ട്. അടിമത്തം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, നിരോധിച്ചിട്ടില്ല. മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കുക എന്ന പ്രാകൃതവും രാക്ഷസീയവുമായ നടപടിയെ പിന്തുണക്കുന്ന ഇസ്ലാം എങ്ങനെയാണ് ഒരു മാനവിക മതമായി കണക്കാക്കപ്പെടുക? അത് എങ്ങനെയാണ് നീതിയുടെ ഒരു വ്യവസ്ഥയായി സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് എക്കാലവും ഉയർന്നു വരുന്ന വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. അതിന് ഉപോത്ബലകമായി ഒരുപാട് ചരിത്രങ്ങളും ഉദ്ധരണികളുമെല്ലാം കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അടിമത്തവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിലപാട്, ഖുർആനിൻ്റെ നിലപാട് എന്ന് പരിശോധിക്കാനാണ് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അടിമത്തം എന്ന് പറയുന്നത് നിസ്തർക്കമാണ്, നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ്. അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കുക എന്നതിനേക്കാൾ ഭീകരമായ ഒരു കുറ്റകൃത്യവും ലോകത്തില്ല. ഓരോ മനുഷ്യനും ഇവിടെ പിറന്നു വീഴുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്കാണ്, സ്വതന്ത്രനായിട്ടാണ്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു നടപടിയും ഇസ്ലാമികമല്ല, ഖുർആനികമല്ല, മാനവികമല്ല. തീർച്ചയായും അത് എതിർക്കപ്പെടേണ്ടതാണ്, ആര് പറഞ്ഞാലും. ഇസ്ലാം നീതിയുടെ പ്രത്യയശാസ്ത്രമാണെന്നും ദൈവികമായ പദ്ധതിയാണെന്നും മാനവിക മൂല്യങ്ങളുടെ വലിയ വിതരണമാണ് ഇസ്ലാമിലൂടെ സാധിക്കുന്നത് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ നാം ഉന്നയിക്കുമ്പോൾ അവിടെ വലിയ വൈരുദ്ധ്യമുണ്ടാകുന്നു. നീതിയും അടിമത്തവും എങ്ങനെയാണ് പരസ്പരം യോജിക്കുക? നിങ്ങൾ നീതിയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ സമത്വത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഒരു ഭാഗത്ത് അടിമത്തത്തെ അനുകൂലിക്കുകയും അടിമവൽക്കരണം ഉണ്ടെന്ന് പറയുകയും മറുഭാഗത്ത് നീതിയുടെയും സമത്വത്തിൻ്റെയും വർത്തമാനം പറയുകയും ചെയ്യുന്നത് ശുദ്ധമായ കാപട്യവും കള്ളവുമാണ്. ഒരുപക്ഷേ നിങ്ങൾ പറയണം, ഇസ്ലാം അടിമത്തത്തിൻ്റെ കൂടെയാണ്, അതുകൊണ്ട് ഇസ്ലാമിൽ നീതിയില്ല.
ഇസ്ലാം അടിമത്തത്തെ അംഗീകരിക്കുന്നു, അതുകൊണ്ട് ഇസ്ലാമിൽ സമത്വമില്ല എന്ന് പറഞ്ഞാൽ കൊള്ളാം, നല്ലതാണ്. ഇനി അതല്ല, ഇസ്ലാമിൽ അടിമത്തമുണ്ട് എന്ന് പറയുകയും നീതിയുണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് വലിയ വൈരുദ്ധ്യമായി തീരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിലുള്ളത്? ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദർശനത്തിൽ എന്താണുള്ളത്? നാം മുല്ലമാരുടെയും പുരോഹിതന്മാരുടെയും മതത്തെക്കുറിച്ചല്ല പറയുന്നത്, അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അള്ളാഹുവിൻ്റെ ദീൻ എന്ത് പറയുന്നു? നിസ്സംശയം, നിസ്തർക്കം വിശുദ്ധ ഖുർആൻ അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. അടിമത്തമെന്ന് പറയുന്ന ഒരു സംഗതി മനുഷ്യ സമൂഹത്തിൽ പാടില്ലെന്ന് ഖുർആൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഖുർആൻ പറയുന്ന ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. സൂറ ഹുജറാത്തിലെ 13-ാമത്തെ വചനം. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. ഇങ്ങനെ 21 ഇടങ്ങളിൽ യാ അയ്യുഹന്നാസ്, അയ്യുഹന്നാസ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 21 ഇടങ്ങളിൽ മനുഷ്യരെ എന്ന് വിളിക്കുന്നതിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്താൻ സാധിക്കുക? അടിമകൾ മനുഷ്യരാണ് എന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ അവരെ മാറ്റി നിർത്താനൊക്കുമോ? സ്ത്രീകളെ മാറ്റി നിർത്താനൊക്കുമോ? ട്രാൻസ്ജെൻഡേഴ്സിനെ മാറ്റി നിർത്താനൊക്കുമോ? ആരെയാണ് ആദിവാസികളെ മാറ്റി നിർത്താനൊക്കുമോ? ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്താനൊക്കുമോ? അയ്യുഹന്നാസ് എന്ന് ഖുർആൻ പറയുന്നത് ഈ ലോകത്ത് മനുഷ്യനായി പറഞ്ഞ സകലരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമെന്ന നിലക്കാണ്. മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങൾ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളും വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളുമൊക്കെയായി തിരിഞ്ഞത് വെറും ഒരു വിലാസം എന്ന അർത്ഥത്തിൽ മാത്രമാണ്, ഒരു അഡ്രസ്സിന് വേണ്ടിയാണത്, തിരിച്ചറിയപ്പെടാനുള്ള ഉപാധി എന്നുള്ള നിലക്ക് മാത്രം. അതിൽ മഹത്വങ്ങളോ ഉയർച്ച താഴ്ചകളോ ഒന്നുമില്ല. അത് വ്യത്യസ്തങ്ങളായ അടയാളം. നിങ്ങൾ കറുത്തവനാകുന്നു, നിങ്ങൾ വെളുത്തവനാകുന്നു, നിങ്ങൾ ഇന്ന ഭാഷ സംസാരിക്കുന്നു, നിങ്ങൾ കുറിയവനാകുന്നു, നിങ്ങൾ നീണ്ടവനാകുന്നു, നിങ്ങൾ തടിയുള്ളവനാകുന്നു, ഇല്ലാത്തവനാകുന്നു എന്നൊക്കെയുള്ളത് ഒരു വിലാസം, നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർക്ക് മാത്രമാണ് അതൊക്കെ. അല്ലാതെ നിങ്ങളുടെ ഉയർച്ചയും താഴ്ചയും നിങ്ങളുടെ മേന്മയും ഒന്നും അടയാളപ്പെടുത്താനുള്ള ഉപാധികളല്ലെന്ന് ഖുർആൻ പറയുന്നു. ഈ ഒരൊറ്റ വചനം മതിയല്ലോ ഇസ്ലാമിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ. ഈ ഒരൊറ്റ ആയത്ത് മതി. അപ്പോൾ ആളുകൾ പറയും, അടിമത്തം പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ, പലിശ പാടില്ലെന്ന് ഖുർആൻ പറയുന്നു, മദ്യപാനം പാടില്ലെന്ന് ഖുർആൻ പറയുന്നു, വ്യഭിചാരം പാടില്ലെന്ന് ഖുർആൻ പറയുന്നു, മോഷണം പാടില്ലെന്ന് ഖുർആൻ പറയുന്നു. എങ്കിൽ അടിമത്തം പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖുർആൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല. അറേബ്യൻ സമൂഹത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു വലിയ ദുരാചാരമായിരുന്നു പെൺകുട്ടികളെ കുഴിച്ചു മൂടുക എന്നുള്ളത്. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. ഖുർആനിൽ എവിടെയെങ്കിലും പെൺകുട്ടികളെ കുഴിച്ചു മൂടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിനർത്ഥം പെൺകുട്ടികളെ കുഴിച്ചു മൂടാമെന്നാണോ? അല്ല. പിന്നെയോ, കൊല പാടില്ല, കൊലപാതകം പാടില്ല എന്ന ഒരു വിധിയിലൂടെ അതുമായി ബന്ധപ്പെട്ട എല്ലാം റദ്ദ് ചെയ്തു. അപ്പോൾ ഒരു വ്യാപകമായ ഒരു വിധി പ്രസ്താവം വരുമ്പോൾ അതിന് കീഴെ വരുന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാം നിരോധിക്കപ്പെടുന്നു. മദ്യപാനം അങ്ങനെയല്ല, അത് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് കൊലപാതകം, അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, അതിന് കീഴെ വരുന്ന എല്ലാം അതിൻ്റെ ഭാഗമായി നിരോധിക്കപ്പെട്ടു. ഇതുപോലെ മനുഷ്യൻ സമന്മാരാണ്. അന്നാസു സവാസിയ്യുൻ കാസ്നാനിൽ മുഷ്തിൽ വാഹിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരെല്ലാവരും ചീർപ്പിൻ്റെ പല്ല് പോലെ സമന്മാരാണ്. ഖുർആൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മക്കളാണ്. ആർക്കും ആരേക്കാളും മീതെ പദവിയില്ല, ആരും ആരേക്കാളും താഴെയുമല്ല, എല്ലാവരും ഒരേ പദവിയിലാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആദരവിന് വിഘാതമായി വരുന്ന എല്ലാ ഡിസ്ക്രിമിനേഷനും ഖുർആൻ നിരോധിച്ചു. വളരെ വ്യക്തമാണ് കാര്യം. അതുപോലെ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടരുത് എന്ന് പറയാത്ത ഒരൊറ്റ കാരണത്താൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടാം എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഈ മുല്ലമാർ തയ്യാറാകുമോ? ഇല്ലല്ലോ. ഇതുപോലെ എത്രയെത്ര കാര്യങ്ങൾ ഖുർആൻ നേരിട്ട് ഇന്ന കുറ്റം ചെയ്യരുത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാതെ പോയിട്ടുണ്ട്. കാരണം അതിന് മുകളിൽ വരുന്ന
ഒരു വലിയ നിയമം അതിന് മുകളിൽ ആവരണം ചാർത്തിയിരിക്കുന്നത് കൊണ്ട് അത് പ്രത്യേകമായി പറയേണ്ടതില്ല എന്നതിനാലാണത്. ഇപ്രകാരം മനുഷ്യമാംസം തിന്നരുത് ഖുർആനിലുണ്ടോ? മനുഷ്യമാംസം തിന്നരുതെന്ന് ഖുർആനിലുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ മനുഷ്യമാംസം കഴിക്കുന്നുണ്ടോ? ഇല്ല. കാരണം കൊല പാടില്ല, കൊല ചെയ്യരുത്, മനുഷ്യനെ കൊല്ലരുത് എന്ന് പറഞ്ഞതിൽ അത് ഉൾപ്പെട്ടു. മനുഷ്യമാംസം, പന്നി മാംസം തിന്നരുതെന്നുണ്ട്, ശവം തിന്നരുതെന്നുണ്ട്, രക്തം കഴിക്കരുതെന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഖുർആൻ മനുഷ്യമാംസം തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനർത്ഥം മനുഷ്യരെ കൊന്ന് തിന്നാമെന്നാണോ? ഇല്ല. എവിടെയാണ് ആ നിയമമുള്ളത്? മനുഷ്യനെ കൊല്ലരുത് എന്ന് പറഞ്ഞെടുത്ത് അത് വന്നു. ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയണമെങ്കിൽ അത് മാത്രമായി പറയേണ്ട ആവശ്യമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന മറ്റൊരു വലിയ നിയമം പറയുമ്പോൾ അത് പ്രത്യേകമായി പറയേണ്ടതില്ല. മനുഷ്യർ ആദരണീയരാണ്, അവർക്ക് ഒരാൾക്ക് മറ്റൊരാളേക്കാൾ കേമത്വമില്ല, ആരും ആരേക്കാൾ താഴെയല്ല മീതയുമല്ല, എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നതോടുകൂടി അതിന് വിഘാതം വരുന്ന അടിമത്തം പാടില്ലെന്നത് വ്യക്തമാണ്. പക്ഷേ ഇത് മുല്ലമാർ അംഗീകരിക്കില്ല. അവർ രാജാക്കന്മാർക്ക് വേണ്ടിയാണ് മതം ഉണ്ടാക്കിയത്, രാജാക്കന്മാർക്ക് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത്. 100 കണക്കിന് വെപ്പാട്ടിമാരെ കൊട്ടാരത്തിൽ താമസിപ്പിച്ച് കാമക്കേളികളിൽ ഏർപ്പെടുന്ന അമവി അബ്ബാസി തമ്പുരാക്കന്മാർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കിയ പണ്ഡിതന്മാർക്ക് അടിമത്തത്തെ ന്യായീകരിക്കേണ്ടി വന്നു. അക്കൂട്ടത്തിൽ റസൂലിനും കൊടുത്തു ഉദാരമായിട്ടൊരു അടിമ സ്ത്രീയെ. റസൂലിനും കൊടുത്തു. കാരണം റസൂലിന് അടിമ സ്ത്രീയെ കൊടുത്തെങ്കിലല്ലേ ഈ രാജാക്കന്മാർക്ക് അടിമ സ്ത്രീകൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റസൂലിനും കൊടുത്തു ഉദാരപൂർവ്വം ഒരു അടിമ സ്ത്രീയെ. എന്നിട്ട് കഥയുണ്ടാക്കി. എന്താ കഥ ഉണ്ടാക്കിയത്? ബുഖാരിയിൽ, മുസ്ലിമിൽ, തിർമുദിയിൽ, നസായിയിൽ, ഇബ്നു മാജയിൽ ഇങ്ങനെ കണ്ട സിഹാഹു സിത്തയിലെ എല്ലാ കിതാബുകളിലും എഴുതി വെച്ചു. എന്ത്? ഹഫ്സ ബീവിയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ അടിമയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് ഹഫ്സ വരുമ്പോൾ ഇത് കണ്ടു. അങ്ങനെ കണ്ടിട്ട് അവർക്ക് ദേഷ്യം പിടിച്ചു. എന്നിട്ട് അവർ പ്രവാചകനെ അധിക്ഷേപിച്ചു. നോക്കണം, ഏത് പ്രവാചകൻ? മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് ഉദ്ഘോഷിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ട പ്രവാചകൻ ഒരടിമയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നെഴുതാൻ ഈ ബുഖാരിക്ക് അല്പം പോലും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ബുഖാരി റസൂലുള്ളാഹിൻ്റെ ഭാഗത്തല്ലല്ലോ. റസൂലിൻ്റെ വ്യക്തിത്വത്തെ മഹത്വപ്പെടുത്താനല്ല ബുഖാരി തയ്യാറായത്, ഇമാതിരിയുള്ള വഷളത്തരങ്ങൾ എഴുതി വെക്കാനാണ്. പ്രവാചകൻ അടിമയെ കൊണ്ട് നടന്നു എന്ന് പറയുന്നത് ഈ മുല്ലമാർ പറയുന്ന ദീനിന് തന്നെ എതിരാണ്. എന്താ മുല്ലമാർ പറയുന്നത്? ഇസ്ലാം ഘട്ടം ഘട്ടമായി അടിമത്തം നിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മതമാണ്. പ്രായശ്ചിത്തത്തിലൂടെ അടിമത്തം നിരോധിക്കും. അടിമത്തത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എങ്കിൽ കൂട്ടരെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കാത്ത, അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തുന്ന, ഘട്ടം ഘട്ടമായി അടിമത്തം പാടില്ലെന്ന് പറയുന്ന ഒരു രീതിയാണ് പ്രവാചകൻ സ്വീകരിച്ചിരുന്നതെങ്കിൽ അടിമയെ ആദ്യം ഒഴിവാക്കേണ്ടതാരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? എന്നിട്ടെന്നെ പറയേണ്ടത് നിങ്ങളും ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കണമെന്ന്. റസൂൽ വഫാത്താകുന്നത് വരെ അടിമയുടെ കൂടെ കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് അതിനൊരു കുട്ടിയുണ്ടായി, ഇബ്രാഹിം. നിങ്ങൾ നോക്കണേ, ഈ ചരിത്രത്തിൻ്റെ ഒരു പോക്ക് നോക്കണം. ഇവരുണ്ടാക്കുന്ന ചരിത്രം ഇതൊരു പകരം വീട്ടലാ. എവിടെയാ പകരം വീട്ടൽ എന്നറിയോ? ഇബ്രാഹിം നബിക്ക് ഒരു അടിമയുണ്ടായിരുന്നു, ജൂതന്മാർ കനിഞ്ഞു കൊടുത്തൊരടിമ. ആ അടിമയുടെ പേര് ഹാജർ എന്നാണ്. ആ അടിമയിലാണ് ഇസ്മായിൽ ഉണ്ടായത്. മുഹമ്മദ് നബിയുടെ വംശം അടിമ വംശമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇസ്രായേലി തമ്പുരാക്കന്മാരും റബ്ബിമാരും ഉണ്ടാക്കിയ ഒരു കഥ. ഹാജർ ഒരു അടിമയായിരുന്നു. ഹാജറിൻ്റെ അടിമയായ ഹാജറിൻ്റെ മകനാണ് ഇസ്മായിൽ. ആ ഇസ്മായിലിൻ്റെ പരമ്പരയിലാണ് മുഹമ്മദ്. ഇപ്പുറത്ത് മുഹമ്മദിനൊരു അടിമയെ കൊടുത്തു മുആവിയ. ആ അടിമയുടെ പേര് മാരിയ. ആ അടിമയ്ക്കൊരു കുട്ടി ഉണ്ടായപ്പോൾ പണ്ടത്തെ ഇബ്രാഹിമിൻ്റെ പേര്. നോക്കണം നിങ്ങൾ, ഈ ചരിത്രമൊക്കെ എങ്ങനെയാണ് കൊളുത്തി വെക്കുന്നതെന്ന്. ഈ ചരിത്രമൊക്കെ കൊളുത്തി വെക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇത് ചില്ലറ കാര്യമല്ല. ഇതിലൂടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പലതുമുണ്ട്. അതിൽ ഇങ്ങനെ വന്ന് അത് ബൂമറാങ് പോലെ തിരിച്ച് ഇബ്രാഹിമിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ഇസ്മായിൽ എന്ന കുട്ടി ഹാജറ എന്ന അടിമയിലുണ്ടായി എന്ന് എഴുതി വെച്ചു. ആ ചരിത്രം വന്നിട്ട് ഇപ്പുറത്ത് മാരിയ എന്ന അടിമയിൽ ഒരു കുട്ടി ഉണ്ടായപ്പോൾ ഇബ്രാഹിം എന്ന പേര് വെച്ചിട്ട് അങ്ങോട്ട് കൊളുത്തി. ഇതൊന്നും അവിചാരിതമായി സംഭവിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ഈ ചരിത്രത്തിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ മുഹമ്മദ് നബിക്ക് അടിമയെ കൊടുത്ത പോലെ ഇബ്രാഹിം നബിക്കും ഒരു അടിമയെ കൊടുത്തു യഹൂദ റബ്ബിമാർ. ഇവിടെ മുആവിയൻ തമ്പുരാൻ അടിമയെ കൊടുത്തു. റസൂലുള്ളാഹിക്ക് അടിമ ഉണ്ടായിരുന്നില്ല. അടിമയെ കൊണ്ടു നടക്കുന്ന ആളല്ല മുഹമ്മദ് നബി. പ്രവാചകന്മാർക്ക് അടിമകൾ ഉണ്ടാകാൻ പാടില്ല, മനുഷ്യനടിമകൾ ഉണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യനെ അടിമയാക്കിയാൽ അദ്ദേഹത്തെ എങ്ങനെ പ്രവാചകൻ എന്ന് വിളിക്കും?
ഒരാൾ മറ്റൊരാളുടെ മേൽ യജമാനനാകുന്നുവെങ്കിൽ അയാൾ എങ്ങനെ പ്രവാചകനാകും? കാരുണ്യത്തിൻ്റെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ആകുന്നത് എങ്ങനെയാണ്? അടിമയാക്കിയിട്ട്. ഭക്ഷണത്തരങ്ങൾ എഴുതി വെക്കുന്നു മുഹമ്മദ് നബിയുടെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ. എന്നിട്ട് വൃത്തികേടുകൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് മറകളുണ്ടാക്കും, കഥകളുണ്ടാക്കും. ഇസ്ലാം അടിമത്തത്തെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അത് അപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഘട്ടം ഘട്ടമായി നിരോധിക്കാൻ കാരണം അത് സാമ്പത്തികമായ അന്നത്തെ അറേബ്യൻ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടെല്ലായിരുന്നു എന്നാണ്. ഇത് തന്നെയല്ലേ ഇന്നത്തെ സർക്കാർ കള്ള് നിരോധിക്കുന്നതിനെതിരെ പറയുന്നത്. സാമ്പത്തിക സ്ഥിതിയുടെ നട്ടെല്ലാണ് മദ്യം, അതുകൊണ്ടത് നിരോധിച്ചുകൂടാണ്. അതിനെ ന്യായീകരിക്കുമോ? അറേബ്യൻ അറേബ്യൻ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് വല്ല വിവരമുണ്ടോ ഈ മൊല്ലമാർക്ക്? എന്നിട്ടാണ് അവർ പറയുന്നത്. അല്ല, അവിടെ അത്തരത്തിലുള്ള ഒരു കേന്ദ്രീകൃത സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. ഒന്ന്, ഈ സാമ്പത്തിക വ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കേന്ദ്രീകൃത സ്വഭാവം ഉണ്ടാകണ്ടേ? അപ്പോഴല്ലേ ഈ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടെല്ല് എന്നൊക്കെ പറയാൻ പറ്റൂ. ഇത് ഓരോരുത്തരും വന്നിട്ട് പച്ചക്കറി വിറ്റ് പോകുന്ന അതാണോ സാമ്പത്തിക അവസ്ഥ? രണ്ടാമത്തത്, അങ്ങനെ ഒരു സാമ്പത്തിക അവസ്ഥ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിട്ടുണ്ടായിരുന്നു അന്ന് കണ്ട മദ്യം. ലക്ഷക്കണക്കിന് ഗ്യാലൻ ലിറ്ററുകളാണ് മക്കയിലും മദീനയിലുമായി മാത്രം മദ്യം വിറ്റഴിച്ചിരുന്നത്. വലിയ സാമ്പത്തിക സ്രോതസ്സാണത്. ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്ന മേഖലയായിരുന്നു. അത് നിരോധിച്ചില്ലേ? അത് നിരോധിച്ച പടച്ചവന് അതിനേക്കാൾ എത്രയോ താഴെ വരുന്ന ഈ അടിമത്തം നിരോധിക്കുന്നതിന് എന്താ തടസ്സം? എവിടുന്നാണ് നിങ്ങൾ ന്യായം പഠിച്ചത്? തെറ്റാണ് പറയുന്നത്. അപ്പോൾ പറയും അബ്രഹാം ലിങ്കൺ അടിമത്തം നിരോധിച്ചപ്പോൾ പ്രകടനം നടത്തിയില്ലേ? പ്രകടനം നടത്തി. സതി നിരോധിച്ചപ്പം പ്രകടനം നടത്തിയില്ലേ? സതി നിരോധിച്ചപ്പം പ്രകടനം നടത്തിയില്ലേ? അതുകൊണ്ട് സതി ശരിയായിരുന്നു എന്നാണ് പറയേണ്ടത്. അബ്രഹാം ലിങ്കൺ അത് ചെയ്തു. അടിമക്കച്ചവടം ഉണ്ടായിരുന്നു കൈറോയിൽ, ജിദ്ദയിൽ, സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും. ഇസ്ലാമിൻ്റെ ഈ പേര് പറഞ്ഞിട്ട്, ഇസ്ലാമിൽ അടിമത്തമുണ്ടെന്ന് പറഞ്ഞിട്ട്. അടിമത്തം എന്നത് മാനവിക വിരുദ്ധമാണ്, മൂല്യവിരുദ്ധമാണ്, നീതിക്ക് വിരുദ്ധമാണ്, ധർമ്മത്തിന് വിരുദ്ധമാണ്, ഇസ്ലാം വിരുദ്ധമാണ്. പ്രവാചകൻ അടിമയുണ്ടായിരുന്നു എന്നത് കള്ളമാണ്, കെട്ടുകഥയാണ്. പ്രവാചകൻ്റെ ഭാര്യയുടെ പേരാണ് മാരിയ. ഭാര്യയുടെ പേരാണ്. ഇബ്രാഹിം നബിയുടെ ഭാര്യയുടെ പേരാണ് ഹാഗാർ. അത് അടിമയല്ല. അത് ഇസ്രായേലി റബ്ബിമാരുണ്ടാക്കിയ കെട്ടുകഥയാണ്. ഇസ്ഹാക്ക് ഇസ്മായിൽ വംശീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയ കെട്ടുകഥയാണത്. ആ കെട്ടുകഥയാണ് തഫ്സീറുകളിൽ എഴുതി വെച്ചത്. അല്ലെങ്കിലും തഫ്സീറിന് വേറെ എന്താ ഉള്ളത്? ഈ ഇസ്രായേലികൾ പറഞ്ഞ കഥയല്ലാതെ. എന്നിട്ട് ഹാഗർ അടിമയായിരുന്നുവെന്ന്, ആ അടിമയിൽ ഉണ്ടായ കുട്ടിയാണ് ഇസ്മായിൽ എന്ന് അവരെഴുതി വെച്ചത് ഇപ്പുറത്ത് പകർത്തി എഴുതി. അതേ പകർത്തി എഴുത്ത് മുആവിയ ഉണ്ടാക്കിയ കള്ളത്തെയും അതുപോലെ ഉണ്ടാക്കി എഴുതി. മുആവിയ എന്താ പറഞ്ഞത്? മാരിയ എന്ന സ്ത്രീ അടിമയായിരുന്നു, നിക്കാഹ് ചെയ്യാതെ മഹ്ർ കൊടുക്കാതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇമാതിരി തമ്മാടിത്തം പറയാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്നു? ഭോഗിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇബ്രാഹിം എന്ന പേരിട്ടു. കള്ളമാണത്. അടിമത്തം എന്നത് ഒരു കാരണവശാലും ഒരു കാലത്തും നീതീകരിക്കാൻ കഴിയുന്നില്ല. ഇത് അറബികൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് മാത്രമല്ല, പഴയ കാലത്ത് പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട് അടിമത്തത്തിനെതിരെ. അടിമത്തം എങ്ങനെയാണ് മനുഷ്യർക്ക് ന്യായീകരിക്കാൻ കഴിയുക? ചന്തയിൽ കാലികളെ വിൽക്കുന്നത് പോലെ, പഴയ സാധനങ്ങൾ വിൽക്കുന്നത് പോലെ ഇങ്ങനെ മനുഷ്യരെ കെട്ടിയിട്ടിട്ട് വിൽക്കാൻ. അറേബ്യൻ അടിമത്തത്തെക്കുറിച്ച് ബിലാൽ പറയുന്നുണ്ട്. വാളിന് മൂർച്ചയുണ്ടോ നോക്കാൻ വേണ്ടി യജമാനന്മാർ ഈ അടിമകളെ കൊണ്ടുപോകും. എന്നിട്ട് കൈനീട്ടാൻ പറയും. എന്നിട്ട് ഒരൊറ്റ വെട്ടിയിട്ട് കൈ മുറിഞ്ഞാൽ ആ വാണ് വാങ്ങും. ഇവൻ്റെ അടിമയെന്ന് പറഞ്ഞാൽ കൊല്ലാം, തല്ലാം, ശിക്ഷിക്കാം, കെട്ടിവലിക്കാം, പട്ടിണിക്കിടാം, എന്തും ചെയ്യാം. ചോദിക്കാൻ അധികാരമില്ലായിരുന്നു. മനുഷ്യരാണെന്ന് അംഗീകരിക്കപ്പെടാത്തവരായിരുന്നു അടിമകൾ. കുപ്പായമിടാൻ പാടില്ലായിരുന്നു. ബിലാൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുപ്പായം ധരിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയുള്ള അടിമത്തത്തെ ഇസ്ലാം അനുകൂലിച്ചു. എന്നിട്ട് പറയും ഘട്ടം ഘട്ടമായി. എവിടെ ഘട്ടം ഘട്ടം? എങ്കിൽ പിന്നെ റസൂലിൻ്റെ അടിമയില്ലാന്നെങ്കിലും പറ. എങ്കിലല്ലേ നിങ്ങൾ ഈ പറയുന്ന ഘട്ടം ഘട്ടത്തിന് ന്യായം ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളമെഴുതി വെച്ചിട്ട് ഇസ്ലാമിൻ്റെ മാനവികതയെ ഇല്ലാതാക്കാൻ. വമാ കാനന്നാസു ഇല്ലാ ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമൂഹം ഒറ്റ ഒരു സമൂഹമാണ്, ഏക സമൂഹമാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമി.
റസൂൽ പറയുന്നു, അറബിക്ക് അനറബിയേക്കാൾ മഹത്വമില്ല. വലാ അസ്വദ അല അക്ബർ വലാ അബിയദ അല അസ്വദ്. വെളുത്തവന് കറുത്തവനേക്കാൾ മഹത്വമില്ല. എല്ലാവരും ഒരുപോലെ. അന്നാസു സവാസിയ്യുൻ കഅസ്നാനിൽ മുഷ്തിൽ വാഹിദ്. ആർക്കും ആരേക്കാളും ഒരു പദവിയുമില്ല. ജാതീയതയേക്കാൾ, ജാതീയത എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും ദുഷിച്ച അത്യാചാരമാണ്, അനാചാരമാണ്. അതിനേക്കാൾ ദുഷിച്ച അത്യാചാരമാണ് മനുഷ്യനെ കാശ് കൊടുത്ത് വാങ്ങാം, കാശ് കൊടുത്ത് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് പറയും യുദ്ധക്കുറ്റവാളികളെ പിടിച്ചാൽ, അതാണ് തമാശ, യുദ്ധക്കുറ്റവാളികളെ പിടിച്ചാൽ അവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാം, അവർ സ്ത്രീകളാണെങ്കിൽ. എന്നിട്ട് എന്താ പറയുന്നത്? അത് അവരുടെ ലൈംഗിക വികാരം സാധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ത്യാഗമല്ലേ അത്? എന്ത് ന്യായീകരണമാണിത്? എന്നിട്ട് പറയും സഫിയ എന്ന് പറയുന്ന സ്ത്രീയെ ഹൈബർ യുദ്ധത്തിൻ്റെ വേളയിൽ അവരുടെ ഉപ്പയും അവരുടെ സഹോദരനും അവരുടെ ഭർത്താവും കൊല്ലപ്പെട്ടപ്പോൾ ആ സ്ത്രീയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് റസൂലുള്ള നിക്കാഹ് ചെയ്തു എന്ന്. എന്നിട്ട് അന്നത്തെ രാത്രി തന്നെ ശാരീരിക ബന്ധപ്പെട്ടു എന്ന്. ഇങ്ങനെയൊക്കെ എഴുതാൻ ബുഖാരിക്ക് കഴിയുള്ളൂ കേട്ടോ, ബുഖാരിക്ക് കഴിയുള്ളൂ. സൽമാൻ റുഷ്ദിക്ക് പോലും കഴിയില്ല, അത് ബുഖാരിക്കേ സാധിക്കുള്ളൂ ഇങ്ങനെയൊക്കെ എഴുതാൻ. എന്നിട്ട് യുദ്ധക്കുറ്റവാളികളെ എന്തൊക്കെ കഥകൾ! ഒരു സ്ത്രീയെ ഈ സഫിയ എന്ന് പറയുന്ന സ്ത്രീ ആദ്യം കൊണ്ടുപോയി. അപ്പോൾ അവൾ നല്ല സുന്ദരിയാണെന്ന് കണ്ടപ്പോൾ റസൂലിനോട് ആരോ വന്നിട്ട് പറഞ്ഞു, നബി അവർ ഭയങ്കര സുന്ദരി, എങ്ങൊക്കെ പറ്റുക? അപ്പോൾ റസൂൽ അയാൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അതെനിക്ക് പറ്റും, നീ വേറെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ്. ഇത് ബുഖാരി എഴുതി വെച്ച കഥയാ. ഈ ബുഖാരി എന്നെ അറബി കോളേജിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത്, ഈ ബുഖാരി എന്നെ ഇപ്പോഴും ദർശി പഠിപ്പിക്കുന്നത്. എന്നിട്ട് എന്ത് ദീനിൻ്റെ കാര്യമാണ് പറയുന്നത്? എന്നിട്ട് ഏത് തരത്തിലുള്ള മതത്തെയാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അടിമത്തത്തെക്കുറിച്ച് വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നു, വ്യക്തമായി പറയുന്നു, മനുഷ്യരുടെ മേൽ ആധിപത്യമില്ല. ഒരാളും മറ്റൊരാളേക്കാൾ മീതയല്ല. ഒരാളെ മറ്റൊരാൾക്ക് ഭരിക്കാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കാൻ കഴിയണം. ഇത് എല്ലാവരും എന്ന് വെച്ചാൽ നവോത്ഥാനം എന്ന് പറയുന്നവരും പുരോഗമനം എന്ന് പറയുന്നവരും സമഗ്രമെന്ന് പറയുന്നവരും എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നതാണ് ഇസ്ലാമിൽ അടിമത്തമുണ്ട്. ഇസ്ലാമിൽ അടിമത്തമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സമഗ്രവും നവോത്ഥാനവും ഒന്നും എവിടെ എത്തിയിട്ടില്ല. കാരണം അടിമത്തം അംഗീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് ലോകത്ത് മനുഷ്യരുടെ മുഖത്ത് നോക്കി വർത്തമാനം പറയാനുള്ള ഒരർഹതയുമില്ല. എന്നിട്ട് അടിമത്തവൽക്കരണത്തിൻ്റെ മാർഗങ്ങളുണ്ട്. മൗദൂദിയൊക്കെ എഴുതിയിട്ടുണ്ട്. യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവർ അടിമകളാക്കാം, അങ്ങാടിയിൽ നിന്ന് വാങ്ങപ്പെട്ടവർ അടിമകളാക്കാം, അടിമകളുടെ മക്കൾ അടിമകളാണ് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഇപ്പോഴും ഇക്കാലത്തും. എന്നിട്ട് പറയും ഇപ്പോഴും യുദ്ധം ഉണ്ടായാൽ പിടിക്കപ്പെട്ടാൽ, ഉള്ളിലുള്ള ആഗ്രഹം നോക്കണേ, പിടിക്കപ്പെട്ടാൽ അവരൊക്കെ അടിമകളായി വരൂലേ? അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് ഇസ്ലാം ഫ്രീസ് ചെയ്ത് വെച്ചൊരു നിയമമാണത്. ഇസ്ലാം അങ്ങനെ ഒരു നിയമവും ഫ്രീസ് ചെയ്ത് വെച്ചിട്ടില്ല. ഇസ്ലാം പറയുന്നത് വ്യക്തമാണ്, മനുഷ്യർ സ്വതന്ത്രരായിട്ടാണ്. ഇമാം അലി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വളരെ വലിയ ഒരു പ്രയോഗമുണ്ട്, അയ്യുഹന്നാസ്. ഇമാം അലി പറയുന്നു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന ആദമ ലം യലിദ് അബ്ദൻ വലാ അമ. ഒരു മനുഷ്യനും അടിമയായി ജനിക്കുന്നില്ല, ഒരു മനുഷ്യനും അടിമയായി ജനിക്കുന്നില്ല. വഇന്നന്നാസ കുല്ലുഹും അഹ്റാർ. എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണ്, പൂർണ്ണ സ്വതന്ത്രരാണ്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം അലി പഠിച്ചത് മുഹമ്മദ് നബിയിൽ നിന്നാണ്, നിങ്ങൾ പഠിച്ചത് മുആവിയയിൽ നിന്നാണ്. ഇതാണ് വ്യത്യാസം. മുഹമ്മദ് നബിയിൽ നിന്ന് അലി പഠിച്ചു, ഇന്നന്നാസ കുല്ലുഹും അഹ്റാർ, മനുഷ്യർ മുഴുവനും സമന്മാരാണ്, സ്വതന്ത്രരാണ്. റസൂലുള്ളാഹിൽ നിന്ന് പഠിച്ച ദീൻ. അടിമത്തം പാടുണ്ട് എന്ന് പറയുന്ന മുല്ലമാർ പഠിച്ചതോ മുഹമ്മദ് നബിയിൽ നിന്നല്ല, മുആവിയയിൽ നിന്ന്. ഇതാ വ്യത്യാസം. റസൂലിൽ നിന്ന് പഠിച്ചത് ഇങ്ങനെ, മുആവിയയിൽ നിന്ന് പഠിച്ചത് അങ്ങനെ. മുആവിയൻ ദീനാണ് ഈ ഫിഖ്ഹിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് അടിമ സ്ത്രീകളുടെ വസ്ത്രം മുട്ടുപൂക്കളുടെ ഇടയിലാണെന്ന് എഴുതി വെച്ചു. അടിമ സ്ത്രീയുടെ, സ്വതന്ത്ര സ്ത്രീ കണ്ണടക്കം മറക്കണം, കാരണം വികാരം വരും. അടിമ സ്ത്രീയുടെ മുട്ടിൻ്റെയും പൂക്കളുടെയും മേൽഭാഗം കണ്ടാൽ ഇവർക്ക് വികാരം വരില്ല. ഇമാതിരി തെമ്മാടിത്ത് എഴുതി വെച്ചു ഫിഖ്ഹിൽ. എന്നിട്ട് അടിമത്തം ഇസ്ലാമിൽ ഉണ്ടെന്ന് സ്ഥാപിക്കുന്ന എല്ലാ കിതാബുകളും ഹനഫി, ഹംബലി, മാലിക്കി, ഷാഫി ഇങ്ങനെ തുടങ്ങിയ എല്ലാ മദ്ഹബിൻ്റെ കിതാബുകളിലും അടിമത്തത്തെ ന്യായീകരിക്കുന്ന എഴുത്തുകളാണുള്ളത്. കാരണം ഇതൊക്കെയും ഈ ഫിഖ്ഹൊക്കെയും ഈ ഇമാമുകൾ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഈ ഫിഖ്ഹൊക്കെയും ഉണ്ടാക്കിയത് രാജാക്കന്മാർക്ക് വേണ്ടിയാണ്. ഓരോ കൊട്ടാരത്തിലും 100 കണക്കിന് അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്നും
ആ അടിമ സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടലായിരുന്നു രാജാക്കന്മാരുടെ തൊഴിലെന്നും കിതാബുകളിൽ കാണാം. എന്തിനധികം, ഒരു മഹാപണ്ഡിതനായ മുഫസ്സിറിനെ കുറിച്ച് പോലും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയത് 800 അടിമ സ്ത്രീകളുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇങ്ങനെ എഴുതി വെച്ചു, കള്ളം എഴുതി വെച്ചു. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ഇസ്ലാമിൽ അടിമത്തമില്ല. 1-ാം തീയതി മുതലില്ല. 1-ാം തീയതി മുതലില്ല, ഘട്ടം ഘട്ടമൊന്നുമല്ല. 1-ാം തീയതി മുതൽ ഇസ്ലാം ആദ്യം നിരോധിച്ചത് അടിമത്തമാണ്. മനുഷ്യൻ സമന്മാരാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ. ഇന്ന് വരെ ഇല്ല, ഇനി ഉണ്ടാകാനും പാടില്ല. മുഹമ്മദ് നബിക്ക് അടിമകളില്ലായിരുന്നു, ഇബ്രാഹിം നബിക്ക് അടിമകളില്ലായിരുന്നു, പ്രവാചകന്മാർക്ക് ആർക്കും അടിമകളില്ലായിരുന്നു. അടിമത്തം പിന്നീട് തുടങ്ങിയത് അമവി രാജാക്കന്മാരാണ്. അവിടുന്നാണ് പിന്നീട് അടിമത്തത്തെ ന്യായീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി. സഹോദരങ്ങളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. ഇത്രയൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ അടിമകൾക്കുള്ള പ്രത്യേക നിയമം. അടിമകൾ വ്യഭിചരിച്ചാൽ അവർക്ക് പാതി ശിക്ഷ എന്നുണ്ടല്ലോ, അൽ അബ്ദു ബിൽ അബ്ദി എന്നുണ്ടല്ലോ, അടിമയെ അടിമയെന്ന നിലക്ക് പരിഗണിക്കപ്പെടണം. അപ്പോൾ അടിമത്തത്തെ അംഗീകരിക്കലല്ലേ അത് എന്ന് ചോദ്യമുണ്ടായേക്കാം. തീർച്ചയായിട്ടും അത് അങ്ങനെ ചോദ്യം ഉണ്ടാകണം. ഇന്ത്യയിൽ ജാതീയത നിരോധിച്ചിട്ടുണ്ട്. ജാതി പേര് ചോദിക്കാൻ പോലും പാടില്ല. ജാതീയത നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദിവാസികൾക്ക് ചില പ്രത്യേകമായ നിയമങ്ങളുണ്ട്. അവർ സാധാരണ നിലയ്ക്ക് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ മറ്റുള്ളവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് പോലെയല്ല അത് കണക്കാക്കപ്പെടുക. അതിന് ചില രീതിശാസ്ത്രങ്ങളുണ്ട്. അവരുടെ സാമൂഹ്യ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വിചാരണ ചെയ്യപ്പെടുക. അവരോട് ആരെങ്കിലും അതിക്രമം ചെയ്താൽ മറ്റുള്ളവരോട് ചെയ്യുന്നത് പോലെയല്ല പരിഗണിക്കപ്പെടുക. അതിന് കൂടിയ ശിക്ഷയും കൂടിയ കഠിനമായ നടപടികളുമാണുള്ളത്. ഇതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ അർത്ഥം ഡിസ്ക്രിമിനേഷൻ ഇന്ത്യൻ നിയമം അംഗീകരിക്കുന്നുവെന്നാണോ? അല്ല. പിന്നെയോ, സാമൂഹിക യാഥാർത്ഥ്യത്തെ, റിയാലിറ്റിയെ അവഗണിക്കാൻ ഒരു നിയമത്തിനും കഴിയില്ല. ഖുർആൻ നിയമം പറയുമ്പോൾ അവിടെ അടിമത്തമുണ്ട്. അടിമത്തം നിരോധിക്കുമ്പോൾ അത് ആർക്കാണ് ബാധകമാകുന്നത്? ഖുർആൻ അംഗീകരിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക്, അല്ലാത്ത സമൂഹത്തിൽ അടിമത്തം വന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിയമം നടപ്പിലാക്കുമ്പോൾ അടിമകളെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊരു കൊലപാതകം നടന്നു. ആ കൊലപാതകത്തിന് കുറ്റവാളിയായി പിടിക്കപ്പെട്ടത് അടിമയാണെങ്കിൽ ഖുർആൻ പറയുന്നു, സ്വതന്ത്രരായ ആളുകളെ വിചാരണ ചെയ്യുന്ന പോലെ അവരെ വിചാരണ ചെയ്യരുത്. അവർ ചിലപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരിക്കും, ഉടമയുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ അർത്ഥത്തിൽ പരിഗണിക്കണം. ഇത് അടിമത്തത്തെ അംഗീകരിക്കലല്ല, മറിച്ച് ഒരു റിയാലിറ്റിയെ സ്വീകരിക്കലാണ്. ഇന്ത്യയിൽ സംവരണമുണ്ട്. സംവരണം യഥാർത്ഥത്തിൽ ഡിസ്ക്രിമിനേഷനാണ്. പക്ഷേ സംവരണം ഉണ്ടായേ പറ്റൂ. കാരണം കാലാകാലങ്ങളായി അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരോടൊപ്പം ഓടിയെത്തുന്നതിന് വേണ്ടി ചില ഉത്തേജകങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഉത്തേജകമാണ് യഥാർത്ഥത്തിൽ സംവരണം എന്ന് പറയുന്നത്. എല്ലാ കാലവും തുടരേണ്ടുന്ന ഒരു സംഗതിയല്ല അത്. അത് ഓടിയെത്തിയാൽ അവിടെ അവസാനിപ്പിക്കണം. അതിനർത്ഥം ഡിസ്ക്രിമിനേഷനെ ഇന്ത്യൻ നിയമം അംഗീകരിക്കുന്നു എന്നല്ല. ജാതീയത നിരോധിച്ചു. പക്ഷേ ജാതീയത ഈ ലോകത്ത് ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി ഒരുപാട് കാലം നീണ്ടു നിൽക്കും. അതിനെ അഡ്രസ്സ് ചെയ്യണം. ഇതുപോലെ
അടിമത്തം ഇസ്ലാം നിരോധിച്ചു. പക്ഷേ അടിമത്തം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കും. അതിനെ അഡ്രസ്സ് ചെയ്യണം. അതാണ് ഖുർആൻ ചെയ്യുന്നത്. എബ്രഹാം ലിങ്കൺ അടിമത്തം നിരോധിച്ചു. എബ്രഹാം ലിങ്കണാണ് അത് സാധിച്ചത്. യഥാർത്ഥത്തിൽ എബ്രഹാം ലിങ്കണ് മുമ്പായി മുസ്ലിം രാഷ്ട്രങ്ങളായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എബ്രഹാം ലിങ്കൺ നിരോധിച്ചിട്ടും ഐക്യരാഷ്ട്രസഭ അടിമത്തം പാടില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടും പിന്നെയും പതിറ്റാണ്ടുകൾ കൊണ്ടുപോയി നമ്മുടെ മുസ്ലിം രാഷ്ട്രങ്ങൾ, പതിറ്റാണ്ടുകൾ കൊണ്ടുപോയി ഗത്യന്തരില്ലാതെയാണ് നിർത്തിയത്. അപ്പോൾ ഖുർആൻ അടിമത്തത്തെ അംഗീകരിക്കുകയല്ല, മറിച്ച് അടിമത്തം നിലവിലുണ്ടായിരുന്ന ഒരു ലോകക്രമത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവശേഷിക്കുമ്പോൾ ആ പ്രത്യാഘാതങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് ഖുർആൻ ചെയ്തത് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിൽ അടിമത്തമില്ല, നിസ്സംശയം. അത് ആദ്യകാലത്ത് തന്നെ പ്രവാചകത്വത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ നിരോധിച്ചു. അത് പിൽക്കാലത്തേക്കൊന്നും വിട്ടുകൊടുത്തിട്ടില്ല, ആദ്യകാലത്ത് തന്നെ നിരോധിച്ചു. ഇമാം ഹുസൈനോട്, തൻ്റെ മകനോട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വസിയ്യത്തുണ്ട്. ഹുസൈനോട് മാത്രമല്ല, ഹസനോടും മക്കളോട് എല്ലാവരോടും, നിങ്ങൾക്ക് അടിമകളുണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, പ്രവാചക കുടുംബത്തിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവരോടൊപ്പം അടിമകളുണ്ടായിരുന്നില്ല. അവരോടൊപ്പം ഉണ്ടായിരുന്നത് സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണ്, കൂടെയുള്ളവരാണ്. അടിമകളുണ്ടായിരുന്നില്ല. ആർക്കും ആരെയും അടിമകളാക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിരുന്നില്ല. ഇക്കാര്യം നമ്മൾ ഓർക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.